വെറും 20,000 രൂപക്ക് 2004 മോഡൽ ഒരു സ്കോർപിയോ. ലുക്കിലും കുഴപ്പമില്ല, സാധനത്തിന്റെ കണ്ടീഷനിലും കുഴപ്പമില്ല. അതാണ് മോനെ ഇതിന്റെ സാധനം. വേണ്ടോല അക്കൗണ്ട് ഫോളോ ചെയ്ത് ഈ വീഡിയോ 3 ആൾക്കാർക്ക് ഷെയറും ചെയ്ത് കമന്റ് ബോക്സിൽ സ്കോർപിയോ എന്നാണ് കമന്റ് ചെയ്ത് നമ്മളെ നമ്പർ ഇങ്ങക്കാണ് പൊട്ടാണ്. അപ്പൊ പോരി നമുക്ക് കഥയിലേക്ക് പോകാം. വകയില് നമ്മളെ പെങ്ങളെ മകന്റെ കല്യാണമായിരുന്നു. ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷം ചെക്കന് ഓളെങ്ങോട്ട് സ്വന്തം. ഇതൊക്കെ കണ്ടിട്ടും കല്യാണം കഴിക്കാത്ത ഇവനക്കാണെങ്കിലോ പെരു സങ്കടം. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ ഇനി ഇപ്പം മാത്രമുള്ള കെട്ടാൻ ഓന്റെ അമ്മിപ്പിയാണെന്നുണ്ടെങ്കിലോ കണ്ടറിഞ്ഞ് കണ്ട് ഒന്നും ചെയ്താണ് കൊടുക്കണില്ല. എന്താ ചെയ്യും? അങ്ങനെ ആ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് ചെക്കന്മാർ വിളിച്ചിട്ട് പറയുന്നത് തൊടൊന്ന് നല്ല പൊളപ്പം മീനുകളെ കിട്ടി. എന്നായിക്കോട്ടെ, അതൊന്ന് കണ്ടുകാണ്ട് പോരാൻ നേരത്തെ കണ്ട് പാടത്തേക്കൊന്ന് പോകും. രാവിലെ 6 മണിക്ക് തൊട്ടിക്കണോ ഇതിന്റെ പാടത്ത് വന്നുകാണ്ട് തേകലും പിടിച്ചലും തുടങ്ങി. എന്നാ കിട്ടിയതാണെങ്കിലോ ഒരൊറ്റ കണ്ണൻ. ഇന്നലെ രാത്രി മീൻ പിടിച്ചാൽ പോയപ്പോ കണ്ടമാന സാധനം കിട്ടിയേ. ഇന്നാണെങ്കിലോ ഒരൊറ്റ കണ്ണൻ. രാവിലെ 6 മണിക്ക് ഇറങ്ങിയോണ്ട് തന്നെ ഇമ്മ വിളിച്ചുകൊണ്ട് പെരും ഫിറ്റ് ആകലെ പെരും ചൂടാവലെ പറഞ്ഞ പുടുത്തം പുട്ട് ചൂടാവും. അല്ല മന പറഞ്ഞിട്ട് കാര്യമല്ല, അഞ്ചന്റെയും ഏട്ടന്റെയും തലച്ചോറ് ഒരേപോലത്തെയാണ്. ഇതാണ് കണ്ണനെ. ദുനിയാവിലുള്ള ഏതൊരു സാധനവും പച്ചക്കായാലും വേവിച്ചിട്ടായാലും ചെറുക്കൻ സാധനം ഓസിക്കായാൽ മതി എന്ന് മാത്രം. ഇങ്ങനത്തെ വൈബുള്ള ഏതെങ്കിലും ഒന്നുണ്ടാവും നിങ്ങളെ കൂട്ടത്തില്. ഓലക്കൊന്ന് മെൻഷൻ ചെയ്യും. തോട്ടത്തെ ചേറ് പോരാന്നല്ലാതെ ഇവനെ കൊണ്ട് വേറൊരു ഉപകാരമില്ല. എന്തായാലും ഇത്രയും നേരം അധ്വാനിച്ചോണ്ടേ ഒരു കണ്ണനെങ്കിൽ ഒരു കണ്ണനെയും ഒരു ഞണ്ടിനെയും കിട്ടി. അതിന്റെ വലിയ കാര്യം. അതും കിട്ടിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഓലക്കൊരു അവസ്ഥ എന്താക്കാൻ. അത് മാത്രല്ല, പൈസ ചെലവില്ലാതെ തൊടുവിന്റെ മുതലാളിക്ക് തോടൊക്കെ വൃത്തിയാക്കിയാണ് കൊടുത്തു ചെറുക്കന്മാരെ. അതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ മീൻപിടുത്തത്തിൽ പോലിക്ക് ചെലവായത് 4 കുപ്പി സവനപ്പും 1/2 കിലോ മിച്ചറും. എന്തായാലും ഇനി കൂടുതലൊന്നും പറയണില്ല. നല്ലൊരു നാളേക്ക് വേണ്ടി ഓക്കെ ബൈ.